ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം ലൈവിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയായിട്ട് സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഈ ആദിലയും നൂറയുടെയും ഗെയിം എന്താണ് എന്ന് എനിക്ക് അങ്ങോട്ട്, അതായത് വ്യൂവേഴ്സിന് ശരിക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ആദില ഒരു സമയത്ത് ഒരാളുടെ എതിരെ നിൽക്കുന്നാൽ ഇച്ചിരി സമയത്ത് അയാളുടെ എതിരെ നിൽക്കത്തില്ല. ഇപ്പം നിൽക്കുന്നത് അനുമോളിൻ്റെയും ഷാനവാസിൻ്റെ എതിരാണ്. അത് വലിയ ഗെയിമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, ഫാൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ചായയുടെ ഒരു ഇഷ്യൂ. അതായത് അനുമോൾ കടുപ്പം കുറച്ചാണ് ചായ ഇടുന്നത്, അതുകൊണ്ട് അനുമോൾ ചായ ഇടണ്ട. അപ്പം കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസ് പറഞ്ഞു ഓക്കെ എന്നാൽ നൂറ് വന്ന് ചായ ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നൂറ് വന്ന് ചായ ഇട്ടു. അനുമോൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നൂറയ്ക്ക് ചായ കിട്ടിയില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ആദില കയറി ഇടപെടുകയും ഷാനവാസിനെ എന്തോ അനുമോളിൻ്റെ ആണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഷാനവാസ് ലക്ഷ്മിയുമായിട്ട് മിണ്ടുന്നതോ അല്ലെങ്കിൽ ഇവരോടല്ലാതെ വേറെ ആൾക്കാരോട് മിണ്ടുന്നതോ ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇടയ്ക്ക് ഷാനവാസിനെ കുത്തി തമ്പുരാനും തമ്പുരാട്ടിയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാക്കലാണ്. ശരിക്കും ഈ ആദില നൂറയുടെ ഗെയിം എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചു അനുമോളുമായിട്ട് ഒന്നിച്ച് നിന്ന് എന്താ പറയുക ഒരു ഗെയിം കളിക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അനുമോളെ തള്ളി പറഞ്ഞിട്ട് അങ്ങ് ഒരു ഗെയിം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല. ഇനിയിപ്പം ഈ തുണിയുടെ കേസിലാണെങ്കിൽ കൂടിയും അനുമോൾക്കെതിരായിട്ട് ആദില നൂറ സംസാരിച്ചു. അപ്പോഴും ഷാനവാസ് സംസാരിച്ചത് എന്താണ്? അനുമോൾക്കെതിരായിട്ട് തന്നെയാണ്. കാരണം നീ അത് ചെയ്തത് തെറ്റാണ്, ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പം റൂമിൽ വന്നിരുന്ന് ലക്ഷ്മിയും ഷാനവാസിൻ്റെയും കോൺവേഴ്സേഷനിൽ പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കേണ്ടടുത്ത് മാത്രമേ ഇനിയും സംസാരിക്കത്തുള്ളൂ, അതിനിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി ആണ് ഷാനവാസിനെ ഇങ്ങനെ മാറ്റിയെടുത്തതെന്നാണ് അവരുടെ വിചാരം എന്ന്. അപ്പം ഷാനവാസ് പറഞ്ഞു അല്ല, ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വന്നതിന് ശേഷം മാത്രമാണ് മാറിയത്, എനിക്ക് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതുകൊണ്ട് ഞാൻ മാറിയതാണ്. പിന്നെ ഇപ്പം അവരോട് സംസാരിക്കേണ്ട സമയത്ത് മാത്രം എനിക്ക് സംസാരിച്ചാൽ മതി, അല്ലാതെ വെറുതെ കയറി സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ആരുടെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, കളിക്കാനാണ് വന്നിരിക്കുന്നത്, ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നിരിക്കുന്നത്, എനിക്ക് ആരുടെ അടുത്ത് നിൽക്കേണ്ട കാര്യമില്ല. ആദില നൂറ പറയുന്നത് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു, അവർക്ക് സപ്പോർട്ടായി സംസാരിച്ചില്ല. അപ്പം പറയുന്നുണ്ട് നൂറയോട് ചായ ഇടാൻ പറഞ്ഞത് ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്, അനുമോൾക്ക് എതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ലാവലത്തെ കേസിൽ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ആദില നൂറ പക്ക ചീപ്പ് ഗെയിമാണ് ഇപ്പോൾ കളിക്കുന്നത്. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരെ എതിരാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. അനുമോൾക്കും ഷാനവാസിനെതിരെ കളിച്ച എന്തോ വലിയ ഗെയിം കളിക്കുന്നു എന്നാകാം ചിന്ത. എനിവേ ഇവരുടെ ചീപ്പ് ഗെയിം. അതേപോലെ തന്നെ പുറത്തിറങ്ങി ആ ഒരു ഊഞ്ഞാലിൽ നിന്ന് ആടിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാ പെണ്ണുങ്ങളും ആണ് ഇപ്പം എവിക്റ്റായി പോകുന്നത്, ആണുങ്ങൾ എവിക്റ്റായി പോകുന്നില്ല, എനിക്കിപ്പോൾ ഒരു വാശിയുണ്ട്, എനിക്കിവിടെ നിൽക്കണം. ആ ഷാനവാസ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ വെറുതെ യൂസ് ചെയ്യുവാണ്. ശരിക്കും ആരാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? അപ്പം മിണ്ടുന്നില്ല എങ്കിൽ ആളെ വിട്ടേക്കണം, ആളുടെ പാട്ടിന് വിട്ടേക്കണം, അല്ല അയാളുടെ അടുത്ത് ചൊറിയാനല്ല പോകേണ്ടത്. ലക്ഷ്മിയായിട്ട് മിണ്ടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ലക്ഷ്മി അങ്ങനത്തെ ഒരു വേർഡ് പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി അവർക്ക് നേരത്തെ ഇഷ്ടമല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, സിറ്റൗട്ടിൽ ഇരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമല്ല. അത് ഷാനവാസ് ലക്ഷ്മിയോട് മിണ്ടുന്നതിന് ഇവർക്ക് എന്താണ്? ഷാനവാസ് ഇവരുടെ കൂടെ നിന്നപ്പോൾ ലക്ഷ്മിയോട് വലിയ കമ്പനിയോ അല്ലെങ്കിൽ ഒന്നും മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ലക്ഷ്മിയുമായിട്ട് എന്ന് വെച്ചാൽ ഒത്തിരിയും കമ്പനിയൊന്നുമല്ല, ലക്ഷ്മിയായിട്ട് മിണ്ടുന്നുണ്ട്. ലക്ഷ്മി ഷാനവാസിന് എതിരെയാണെങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു നല്ല ഹാബിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലക്ഷ്മി എന്തോ ആയിക്കോട്ടെ, എതിരായിക്കോട്ടെ, പക്ഷേ ചില കാര്യങ്ങൾ ലക്ഷ്മി പറയുന്നത് പക്ക കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിവേ നമുക്ക് എന്തായാലും നോക്കാം ഈ ആദില നൂറയുടെ ഈ ചീപ്പ് ഗെയിം എവിടം വരെ പോകുമെന്നുള്ളത്. അപ്പം മാത്രമല്ല ഈ പെണ്ണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന് വെച്ചിട്ടാണ് അവർ എവിക്റ്റായി പോകുന്നത്. വേറെ ഇപ്പം വേറെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോണ്ടൻറ്റ് എടുക്കാനായിട്ട് ബിഗ് ബോസ് വേറെ ആരുമില്ല. ഇവരെക്കൂടെ ചീപ്പ് ഗെയിം അവിടെ എവിടെയും ഇരുന്ന് ഓരോരുത്തരുടെ കുറ്റം പറയുന്നതല്ലല്ലോ ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.